നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പ് ഇന്ന് 8ാം നാളാവുകയാണ്. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി നദിക്കടിയിൽ നിന്ന് സിഗ്നൽ കിട്ടിയതായി സൈന്യം അവസാനമായി പറയുന്നു. പുഴയിൽ കരഭാഗത്ത് നിന്ന് 40 മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ലോറി ചെളിമണ്ണിൽ പൂണ്ട് പുതഞ്ഞു പോയിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളാനാവില്ല എന്ന് സൈന്യം പറയുന്നു. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. നാവികസേന ഇന്ന് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് വിശദമായ തെരച്ചിൽ നടത്തും. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേഷൻ 120ഉം അതുപോലെ തന്നെ ഡീപ് സെർച്ച് മൈനിങ് ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക. കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിലില്ല എന്ന് ഇന്നലത്തെ തിരച്ചിലിൽ അവസാനം സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു. റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ട് എന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത്. ഇന്നലെ 98% മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ല എന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടുകയായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു. 7ാം ദിവസത്തെ തെരച്ചിലായത് അർജുനെ കാണാതായതിൽ വലിയ നിരാശയിലാണ് കുടുംബം. നിലവിൽ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടക്കുന്നുണ്ട്. വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട്. എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയാവുകയാണ്. സ്കൂബ ഡൈവിംഗ് സംഘമാണ് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപമുള്ള ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടക്കുന്നത്. പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന. അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിക്കാനുള്ള സാധ്യത സൈന്യം തള്ളിക്കളയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന. അതേസമയം അർജുന് വേണ്ടിയുള്ള സൈന്യത്തിന്റെ തെരച്ചിലിന് അതൃപ്തി അറിയിച്ച അർജുന്റെ കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു സൈന്യത്തെ കണ്ടത്. എന്നാൽ വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാതെയാണ് സൈന്യം എത്തിയത് എന്നും അമ്മ ഷീല പറയുന്നു. ഒരു മനുഷ്യൻ ഇത്രയേ വിലയുള്ളൂ, അവിടെ ലോറി ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലത്തെ തെരച്ചിലിലും കരയിൽ നിന്ന് ലോറി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അമ്മ തന്നെ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പട്ടാളത്തെ അഭിമാനമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ തെറ്റി. അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തെരച്ചിലിനായി മികച്ച ഉപകരണങ്ങൾ ഒന്നും തന്നെ എത്തിച്ചില്ല. ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ അവസ്ഥയിൽ തങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ മാത്രം പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്ന സംശയമുണ്ടെന്നും അമ്മ പറഞ്ഞു. അവിടെ നടക്കുന്ന നടപടികൾ കൃത്യമായി അറിയിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോകൾ അവർ അയച്ചു തന്നിരുന്നു. എന്നാൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തു. പിന്നീട് ഒന്നും ഉണ്ടായില്ല. മണ്ണെടുക്കൽ പതിവിലും നേരത്തെ നിർത്തുകയായിരുന്നു. ഞങ്ങളുടെ ആളുകളെ അവിടത്തേക്ക് കടത്തിവിടുന്നുമില്ല. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആവശ്യമായ ഒരു കാര്യവും അവരവിടെ ചെയ്യുന്നുമില്ല. ഇനിയും നേവി വന്ന് തിരയുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം തിരഞ്ഞതും നേവി ആയിരുന്നില്ലേ? നമ്മൾ മലയാളികളായതുകൊണ്ട് മാത്രമാണ് എല്ലാ ശ്രദ്ധയും പിന്തുണയും കിട്ടിയത്. ഇതൊന്നും ലഭിക്കാത്ത തമിഴന്മാരായ 3 പേരുടെ ആളുകളെ അവിടെ ആട്ടി ഓടിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ തന്നെ നീതി ലഭിക്കുന്നില്ല എന്നും പറയുന്നു. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അഫ്ഗാനിൽ ജീവിക്കും പോലെയാണ് തോന്നുന്നത്. ഈ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെയാണോ എന്നാണ് സംശയിക്കുന്നത്. മകനെ ഇനി ജീവനോടെ കിട്ടണമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. വീഴാൻ സാധ്യതയുള്ള ഒരു കുഴിയിൽ തപ്പാതെ അവിടെ മണ്ണ് കൊണ്ട് പോയി ഇട്ടുവെന്നും അമ്മ പറയുന്നു.